എൻ്റെ അമ്മ എൻ്റെ കാല് വെച്ചിട്ട് കാലിനേലും നല്ല വലുതെന്ന് വെച്ചാൽ ഹെവി സാധനം അത് കണ്ട. ഹലോ ഗേയ്സ്, എല്ലാവർക്കും CM ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സിംഗിൾ റബ്ബർ, നമ്മളെ ഹാൻഡ് മെയ്ഡ് സെറ്റ് എടുത്ത സിംഗിൾ റബ്ബറാണ് കേട്ടോ. അപ്പോൾ ഇത് 7mm റബ്ബറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വലിക്കാനൊക്കെ നല്ല ആയാസമുള്ള റബ്ബറാണ്. നമുക്ക് ഡാട്ട് കൊളുത്തിയാലും നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ മാജിക് ഡാർട്ട് ഞാൻ പറഞ്ഞില്ലേ, പുതിയ മാജിക് ഡാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഈ പുതിയ മാജിക് ഡാർട്ടിലാണ് ഇന്നത്തെ നമ്മുടെ ഫിഷിങ്. അപ്പോൾ ഒന്നല്ല, നമ്മൾ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഴയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ മാജിക് ഡാർട്ട്. ഇതിപ്പോൾ നമ്മൾ 2 പീസാണ് നമ്മളിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ റിസൾട്ടിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ അതെ, പഴയ മാജിക് ഡാർട്ടും പുതിയ മാജിക് ഡാർട്ടും നമ്മൾ ഡിഫറൻസ് നോക്കിക്കണ്ടേ. ഇതിൻ്റെ ലെങ്ത്ത് കണ്ട, പഴയതിന് നമുക്ക് നേരത്തെ വന്നിരുന്നതിന് കുറച്ചുകൂടെ നീളം കൂടുതലുണ്ട്, ഇതിന് നീളം കുറവ്. നീളം കൂടുന്തോറും പെർഫെക്ഷൻ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. നീളം കുറഞ്ഞതിനും പെർഫെക്ഷൻ രണ്ടിനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഇതിട്ടാണ് നമ്മൾ ഫിഷിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നാക്കുന്ന സ്പോട്ടിലെന്ന് വെച്ചാൽ കരിമീനും തിലോപ്പിയാണ് കൂടുതലുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും കരിമീനും തിലോപ്പിയാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇട്ട്. അപ്പോൾ ഇന്ന് റിസൾട്ട് ഇതിൻ്റെ ഡീപ്പിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിൽ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറയാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ നല്ല 2 വ്യത്യാസമുണ്ട് കേട്ടോ ഇതിനകത്ത്. തമ്മിൽ നീളത്തിൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഈ ഷാർപ്പിംഗ് എഡ്ജ് വന്നേക്കണ്ട. ഷാർപ്പിംഗ് എഡ്ജ് വന്നേക്കുന്നത് ഇതിൽ ഈ 5 മൂലകളായിട്ടാണ് വന്നേക്കുന്നത്. പെൻറ്റഗൺ എന്ന് നമുക്ക് പറയാം. അതേ സ്കോറിൽ ഇങ്ങനെ ചത്തിയ കണക്കാണ് ഇതിൻ്റെ ഷാർപ്പിംഗ് എഡ്ജ് നല്ല കൂർത്ത് നല്ല ഷാർപ്പിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് കാസ്റ്റിംഗ് ടൈപ്പ് ആയത് കാരണം തുരുമ്പടിക്കത്തില്ല കേട്ടോ, പെട്ടെന്ന് ഇത് തുരുമ്പടിക്കത്തില്ല. അതേപോലെ തന്നെ വളഞ്ഞു പോകത്തൊന്നുമില്ല, ഒടിയാനേ ചാൻസ് ഉള്ളൂ. ചെറുതായിട്ടൊക്കെ എഡ്ജ് ഒടിഞ്ഞു പോകുന്ന ചാൻസ്. നമുക്കത് ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് വന്നേക്കണ്ട. ഇതിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ആയിട്ടാണ്, 3 കർവിങ് ടൈപ്പ് ആയിട്ടുള്ള എഡ്ജാണ്, ഷാർപ്പിംഗ് എഡ്ജാണ് ഇതിന് വന്നിരിക്കുന്നത്. രണ്ടിൻ്റെ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ കണ്ടോ ഷാർപ്പിംഗ്. അതുപോലെ പെർഫോമൻസിൽ മാറ്റം കാണുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കൽ ലോക്കൊക്കെ ഏകദേശം സെയിം ഒരേപോലെ തന്നെയുള്ള ഓട്ടോമാറ്റിക്കൽ ലോക്കൊക്കെ തന്നെയാണ്. പിന്നെ പെർഫെക്ഷനിൽ ചെറിയ വ്യത്യാസം കാണും. ഇത് കുറച്ചുകൂടെ ഡീപ്പ് പോകാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം നല്ല ഡീപ്പും നല്ല ലോങ് നല്ല പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും കൂടെ ഇന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡാർട്ട് വാങ്ങിച്ചിരിക്കുന്നത്. കാരണം കയ്യിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്താൽ നമുക്ക് കൊലുത്തി വായിക്കാനൊക്കെ നല്ല എളുപ്പമായിട്ട് ഇത് കണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ലോക്കൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൊലുത്താനായിട്ടൊക്കെ നല്ല സ്പീഡിൽ നമുക്ക് പറ്റും. പിന്നെ ഈ റബ്ബറിൻ്റെ ഈ നടുക്ക് കാണുന്ന ഈ ഒരു പീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൈഡ് ലൈനാട്ടോ, ഒരു 80 LBയുടെ ബ്രൈഡ് ലൈൻ നമ്മൾ മുടി പിന്നുന്നത് പോലെ പിന്നിട്ട് നമ്മൾ ഇതിലേക്ക് 2 അറ്റത്ത് കെട്ടിട്ട് ഇതിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്ലെക്സ് കിക്ക് ഇട്ട് ഇത് കട്ടിയാക്കി വെച്ചേക്കണം കേട്ടോ. പൊട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ടാണ് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ റബ്ബറിൻ്റെയും അതേപോലെ തന്നെ ഈ ഡാർട്ടിൻ്റെയും പെർഫോമൻസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റബ്ബർ നമ്മൾ ഇടുമ്പോൾ സിംഗിൾ റബ്ബറൊക്കെ ഇടുമ്പോൾ നീളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർട്ടിന് ഈ വ്യത്യാസം വരും കേട്ടോ. ഡാർട്ട് പോകുമ്പോൾ ചിലപ്പോൾ മുന തന്നെ ആയിരിക്കില്ല പോയി കുത്തണം, ബാക്കൊക്കെ തിരിഞ്ഞ് വളഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റബ്ബറിൻ്റെ അളവും കറക്റ്റ് ആയിരിക്കണം നമുക്ക്, എന്നാലും കറക്റ്റ് ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. കരിമീൻ എൻ്റെ അരികിൽ വന്നു. കരിമീനെ നമ്മുടെ പുതിയ ഡാർട്ടിൻ്റെ ആദ്യത്തെ ഷൂട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നറിയില്ല റിസൾട്ട്. ഓ കൊണ്ടില്ല. കരിമീനെ ഓടി നടക്കും, നിൽക്കുന്നില്ല. 1 മിനിറ്റാണ്.
അതുകൊണ്ട് ഇഷ്ടംപോലെ കരിമീനുണ്ട്. ചെറിയ സൈസാണ് എല്ലാ കരിമീനും. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അടിച്ചെടുക്കാം. അതും കൊണ്ടില്ല. ഇവിടെ കുഴി വെള്ളകാരണേ ഇച്ചിരി താഴ്ച ഉള്ളത് കൊണ്ടാണ് അടിച്ചിട്ട് കൊള്ളാത്തത്. കരിമീൻ ഭയങ്കര പെർഫെക്ഷൻ ആയിരിക്കും. കണ്ടു വരുന്നുണ്ട് കരിമീൻ വീണ്ടും. ഒയ്യോ താഴെ കൂടി മൂവ് ചെയ്ത് പോകും. കൊണ്ട് കരിമീൻ. അപ്പോൾ നമ്മുടെ പുതിയ ഡാർട്ടിൽ ആദ്യത്തെ കരിമീൻ കേട്ടോ. ആ ഓട്ടി വന്നൊരുത്തനിട്ട് നല്ല കിട്ടിലും കീച്ചതേ. നമ്മുടെ പുതിയ മാജിക് ഡാർട്ടിൽ ആദ്യത്തെ മീൻ കിട്ടിയാണ്. ഓ കണ്ണ് ഷൂട്ടായിപ്പോ കേട്ടാ. കണ്ണ് ഷൂട്ട്. വേറെ ചെളിയിടത്തോട് തന്നെ താന്ന് കളഞ്ഞു. ഇപ്പുറത്തെ കണ്ണി കൂടെ ആയിട്ട് സൈഡിൽ കൂടി വന്നേക്കണം ഇപ്പുറത്ത്. അപ്പോൾ ഓക്കെ ഗെയ്സ്, ഇതേ നമ്മുടെ പുതിയ റബ്ബറിലും അതേപോലെ തന്നെ പുതിയ മാജിക് ഡാർട്ടിൻ്റെ ഫസ്റ്റ് റിസൾട്ടാണ് ഈ കാണുന്നത്. ഫസ്റ്റ് മീൻ നമ്മൾ ഇടുന്നത് ആ മതിലിൻ്റെ അവിടെ നിന്ന് ഗേറ്റിൽ കൂടെ കയറി ഇത്ര ഇങ്ങോട്ട് വന്നുള്ളൂ കേട്ടോ. ആ മതിലിൻ്റെ അവിടെ നിന്ന് കയറി ഇവിടം വരെ വന്നപ്പോൾ തന്നെ ഒക്കെ ആദ്യത്തെ മീൻ കിട്ടി. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാണ്. പിന്നെ ഈ ഡാർട്ട് ഉപയോഗിക്കുമ്പോൾ റബ്ബറിന് അധികം നീളം ഇടാൻ പാടില്ല കേട്ടോ. നീളം കൂടിക്കണ്ടിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷന് വ്യത്യാസം ഉണ്ടാകും. ഉപയോഗിച്ച് അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, നീളം കൂടിയ റബ്ബറിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ നീളം കൂടിയ റബ്ബറിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ നീളം കുറച്ചിട്ടാണ് ഇപ്പോൾ റബ്ബർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്, ഡീപ്പിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ മാജിക് ഡാർട്ടിൻ്റെ അന്ന് ഞാൻ കാണിച്ച ഡാർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നീളമുള്ള ഡാർട്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പുതിയ ഡാർട്ട് വന്നത് ഈ ഒരു ഓപ്ഷനിൽ ഇത്തരം ഒരു 2 സെൻറ്റിമീറ്ററോളം നീളം കുറവാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഈ ഡാർട്ടിൽ തന്നെ നമ്മളിപ്പോൾ ആദ്യം മീൻ അടിച്ചിരിക്കുന്നത്. അതെന്തേ ഈ ഏരിയയിൽ കരിമീൻ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കരിമീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സൈസ് കരിമീനാണ്, കൂടുതൽ വലുതില്ല. പിന്നെ ഗിഫ്റ്റ് തിലോപ്പി നടപ്പുണ്ട്. ഇതിനകത്ത് കാണുവാണെങ്കിൽ നമുക്ക് അടിക്കാം. കരിമീൻ ഒരു 4-5 എണ്ണം കൂട്ടമായിട്ട് വന്ന് ഇപ്പുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൂടെ നോക്കാം കേട്ടോ. എന്തായാലും അതെ ആദ്യം കിട്ടിയ കരിമീൻ നമ്മളത് സഞ്ചിക്കകത്തേക്ക് എടുത്തിട്ട് വേണം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസിൽ കരിമീൻ കേട്ടോ. അങ്ങനെ സഞ്ചിക്കകത്തേക്ക് എടുത്തിട്ട് അടിപൊളി. അങ്ങനെ ആദ്യത്തെ കരിമീൻ കയറി ഇവിടെയൊക്കെ മീൻ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് തിലോപ്പിനൊക്കെ അടിച്ചൊരു സ്പോട്ടായിരുന്നു. ഈ പ്രാവശ്യം ഈ മഴയൊന്നും പെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നത്. അതിനകത്ത് ആൾക്കാർ ഉടക്കോലേക്ക് ഇട്ട് കുറേ പിടിച്ചിട്ടിപ്പോൾ അനക്കൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്കൊന്ന് കറങ്ങിയൊക്കെ നോക്കാം അല്ലേ കുഞ്ഞാ? അവിടെയൊക്കെ താറാവ് ഇറങ്ങി നടക്കണം. കാരണം നമ്മൾ ഇങ്ങോട്ട് പോകുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറി വരികയും തന്നെ ഫസ്റ്റ് നമ്മുടെ റിസൾട്ടാണ് ഈ കിട്ടിയത് നമുക്ക് മീൻ. എന്തായാലും ഈ പാടത്ത് മീനുണ്ട്, നമുക്ക് ഇതിൽ നോക്കാം കേട്ടോ. ശരിക്കും കൊണ്ട് അടിപൊളി റെഡ് ഓലയിൽ ചുറ്റല്ലേ. ഓലയുടെ അടിയിലായിപ്പ് കേട്ടോ. ഓലയുടെ അടിയിലായിപ്പ്. പക്ഷെ പോകല കയറി പാസ് ചെയ്ത് ലോക്ക് കയറിയിട്ടുണ്ട്. പിലോപ്പി കണ്ണട വെച്ചാ റെഡ് ഇത് ചെറുതല്ലേ, ഇതിനും വലുതുണ്ട്. ഇത് 1 kg സൈസ് ഉണ്ടല്ലേ. അടിപൊളി. ഇതേടാ കുഞ്ഞാ റെഡ് തിലോപ്പി. എത്ര അടി അടിച്ചവനല്ലേ? രണ്ടാമത്തെ ചൂണ്ടിടാൻ മതിയാണോ നിങ്ങൾ? ഇവിടെ ചൂണ്ടിട്ട് മീൻ കിട്ടുക. അപ്പോൾ അതെ വലിയൊരു ഗിഫ്റ്റ് തിലോപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. റെഡ്. എൻ്റെ ഇവിടുത്തെ കുറച്ചപ്പുറത്താ. അപ്പോൾ ദേ കുഞ്ഞു ഇതേടെ കിട്ടിയടാ, അടിപൊളി സാധനം കിട്ടിയടാ. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ മാജിക് ഡാർട്ടിൽ? എങ്ങനെയുണ്ട്? ഇതേണ്ട മുതികനാണ് അടിച്ചാണ്ട. ഡീപ്പിൽ നിൽക്കുന്നിട്ട് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം ഈ പാടത്തിൻ്റെ ഏറ്റവും കുഴിയുള്ള ഭാഗമാണ്. അപ്പോൾ ഏറ്റവും താഴ്ച കൂടുതൽ ഈ ഭാഗത്ത്. ഇവന് ഏറ്റവും ഡീപ്പിലാണ് നിന്ന് വെച്ചത്. അതുകൊണ്ട് നമുക്ക് അമ്മ പേടിച്ചു പോയി ഞാൻ. എന്തൊരു എൻ്റെ അമ്മ എന്തൊരു അയ്യോ ഭയങ്കര പവറാണ് കേട്ടോ ഇവന്. അപ്പോൾ അതെ ഒരു ഹെവി ഒരു റെഡ് തിലോപ്പി നല്ല. എൻ്റെ അമ്മ നമ്മുടെ നിന്നൊക്കെ നേരത്തെ മിസ്സായി പോയിട്ട് കിടന്നേക്കണം മീനാണ് കേട്ടോ. നമ്മുടെ ഡാർട്ട് നോക്കിയിട്ട് ആകെ 1.5 ഇഞ്ച് 2 ഇഞ്ച് കറക്റ്റ് നീളം കാണും. 2-4 ഇഞ്ച് നീളമാണ് ഡാർട്ടിന് വരുന്നത് കണ്ട. ചെറിയ ചോട്ട ഡാർട്ട് 4 ഇഞ്ചിൻ്റെ ഡാർട്ട് നീളമുള്ളതെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി അത്യാവശ്യം നമ്മുടെ നോർമൽ ഡാർട്ടിനേക്കാളും വെയിറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ശരിക്കും ഡീപ്പിൽ ചെല്ലുന്നത്. ഗ്ലൗസ് കീറി കേട്ടോ, നനഞ്ഞ ഗ്ലൗസ് ആയിരുന്നു, ഇപ്പോൾ കീറി. ഗ്ലൗസ് ചേഞ്ച് ചെയ്യണം. ഓക്കെ ആളെ കണ്ടപ്പോഴവൻ ഓടി. ഇതുകൊണ്ട് പോകുന്നുണ്ട്.
കണ്ണീര് പോലെ കിടക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ ആളെ കാണുമ്പോൾ ഇവന്മാർ ഒറ്റ ഓട്ടം ഓടിക്കുന്നത്. ഈ ഒരു സൈഡും ഈ ചുറ്റും സൈഡിൽ മാത്രമേ താഴ്ചയുള്ളൂ. നടുക്ക് ഇച്ചിരി കര പോലെ കിടക്കണം കേട്ടോ, ഇച്ചിരി പൊക്കലുണ്ട്. അതുകൊണ്ട് അവന്മാർ അരികിൽ വന്ന് നിൽക്കും, ആളെ കാണുമ്പോൾ നടുക്കോട്ടാണ് ഓടിക്കളയണത്. പക്ഷെ നടുക്കെന്ന് വെച്ചാൽ നല്ല ദൂരമുണ്ട്, നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. 20 മീറ്ററിൽ ലോങ് ഉണ്ട് നടുക്കൊക്കെ പോയി നിൽക്കണം അവന്മാർ. അപ്പോൾ അവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ദാണ്ട് പോകണുണ്ടോ ഇത് എന്തൊരു 3 അയ്യോ. നമുക്ക് നോക്കാം മാക്സിമം നോക്കാം. ഏതാണ്ട് ഒരെണ്ണം പോകും, ചെറുതാണ് കേട്ടോ, അവൻ ഓടിക്കളഞ്ഞു. ഇത് അടുത്തവൻ പോകുന്നു. 2, 3, 4, 5 എത്ര എണ്ണമാണ് ഇതേ കൂടുന്നു, എല്ലാം ഓടിക്കളഞ്ഞു. നമുക്ക് അങ്ങോട്ട് നോക്കാം. തിലോപ്പി വരുന്നുണ്ട്, കരിമീൻ വരുന്നുണ്ട്. എന്തിനടിക്കണമെന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നത്. കൂട്ടമായിട്ട് വരുന്നു കരിമീനും തിലോപ്പി കേട്ടോ. തിലോപ്പി വരണമുള്ളൂ, കരിമീൻ 2, 3, 4 കരിമീനുണ്ട്. തിലോപ്പിനെ ഷൂട്ട് ചെയ്യാൻ തിലോപ്പിനിട്ട് കൊണ്ടിട്ടുണ്ട്. കിട്ടി. അടിപൊളി തിലോപ്പിനെ കറക്റ്റ് കിട്ടി കേട്ടോ. ഒറ്റൊരു തിലോപ്പി ഉണ്ടായിരുന്നല്ലോ, പക്ഷേ കരിമീനൊരു 3, 4 കരിമീൻ ഉണ്ടായിരുന്നു. കരിമീനെല്ലാം ഓടിക്കളാം നിങ്ങൾ അടിച്ചപ്പോൾ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ കരയിൽ തന്നെ എടുത്തിട്ട് അന്നൊരു പെൺ തിലോപ്പിയാണ് കേട്ടോ. അടിപൊളി ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ, ഗിഫ്റ്റിൻ്റെ തന്നെയാണ്. ശരിക്കും അടികൊണ്ട് ഡാറ്റ പാസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട് ശരിക്കും കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പം നമ്മുടെ റിസൾട്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഡാർട്ടും ഈ റബ്ബറും വെച്ചിട്ടുള്ള ഒരു ഫിഷിങ് അടുത്ത് ചെയ്യാൻ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഡാർട്ടും ആ റബ്ബറും തന്നെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കേട്ടോ ഫിഷിങ്. അപ്പോൾ എന്തായാലും ഡാർട്ട് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല റിസൾട്ടും ഉണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാജിക് ഡാർട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എവിടെ ഞാൻ ഷൂട്ടിന് പോലെ ഏറ്റവും കൂടുതൽ മീൻ എനിക്ക് കിട്ടുന്നത്, ഏറ്റവും ഡീപ്പിലും ലോങ്ങിൽ കിട്ടുന്നത് ഈ ഒരു ഡാർട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡാർട്ട് ഞാൻ വാങ്ങിക്കുന്നത് കൂടുതലും. പിന്നെ കരിമീത്തിന് വേണ്ടി മാത്രം നമ്മൾ നോർമൽ ഡാർട്ടിട്ട് ചെയ്യാറുണ്ട്. നോർമൽ ഡാർട്ടിൻ്റെ ലോക്ക് പിൻ ഊരിയിട്ടിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ത്രൂ ആയിട്ട് നമുക്ക് ഫാസ്റ്റിലേക്ക് കിട്ടും, അടിയിൽ വരെ അത്യാവശ്യം. അത് കൂടുതൽ ലോങ് കിട്ടില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു 10 മീറ്റർ വരെയൊക്കെ ടാർഗറ്റ് ചെയ്യാം. ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തനെ ഇവിടെ കടന്നു വരുന്നുണ്ട്. കടന്നൂര് വേഗം ബാ. 2 എണ്ണം വരുന്നുണ്ട്. അവൻ്റെ ഇണയായിരിക്കും, ചെറുതാണ് കേട്ടോ, സൈസ് അധികം വലിയ സൈസൊന്നുമല്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് അന്ന് ഷൂട്ട് ചെയ്ത് കളയാം. അവൻ ഭയങ്കരമായിട്ടും നമ്മളെ കണ്ടിട്ട് അവൻ ഓടാനുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ. 3 എണ്ണം വന്നു ഇപ്പോൾ. അവൻ ഡീപ്പിൽ കൂടി തന്നെ പോകുന്നു, മാറുന്നില്ലല്ലോ അവൻ്റെ പൊസിഷൻ. അടുത്തവൻ അവിടെ നിന്ന് വരുന്നു. കൺഫ്യൂഷൻ ആക്കുമല്ലോ എല്ലാവരും കൂടി. അവനെല്ലാം താന്ന് അടിയിൽ നിന്ന് കളഞ്ഞു കേട്ടോ. കൊള്ളുമോന്നറിയില്ല, അത്രയും ഡീപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഷൂട്ട് ചെയ്യാനായിട്ടൊരു മടി. ഒരെണ്ണം. ഒരെണ്ണം ഉണ്ട്. ശരിക്കും നമ്മുടെ ഡീപ്പിൽ എന്ന് വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊരു മടി ഉണ്ടായിരുന്നു, പക്ഷേ സാധനത്തിൻ്റെ കൊണ്ട് കേട്ടോ. അടിപൊളി കരിമീൻ, സൂപ്പർ. ചെറിയ കരിമീനാണ് കേട്ടോ. ഇതേപോലത്തെ കരിമീനാണ് ശരിക്കും കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാതിൽ ആ കൂട്ടത്തിൽ വന്നതിൽ വലുതിന് നോക്കിയാണ് കേട്ടോ അടിച്ചത് നമ്മൾ. അത് വലുതെന്ന് നോക്കിയിട്ടുണ്ട്, ഇത്ര സൈസുള്ള വലുതെന്ന് പറഞ്ഞ മീൻ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതിന് ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവനെ നമുക്ക് അഴിച്ചിട്ട് ത്രെഡ് തന്നെ അഴിച്ചിട്ടാട്ടെ. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഇച്ചിരി വെയിലൊക്കെ കൊണ്ടവൻ ഇച്ചിരി നല്ല ഉണങ്ങിയുണ്ട. ആദ്യത്തവൻ ഇതിലെ വെയിലത്തിട്ടുണ്ടവനെ. ഇവനെയും കൂടി നമുക്ക് അവിടെ എടുത്തിടാം. പരന്ത് വന്ന് റാഞ്ചിക്കൊണ്ട് പോതിരുന്നാൽ മതി. അവനൊന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് സെറ്റപ്പ് ആവട്ടെ. അതെ, ഒരുത്തനോട് സെറ്റപ്പ് ഉണ്ട്. ബാക്കി 2 എണ്ണം നമ്മൾ അപ്പുറ സൈഡ് ആയിട്ടായിരിക്കണം കേട്ടോ. അവിടെ കുഞ്ഞു പാടത്തിൻ്റെ അക്കരയിൽ കുഞ്ഞു ഇപ്പുണ്ട്. കുഞ്ഞിൻ്റെ അടുത്ത് സഞ്ചിയിൽ 2 എണ്ണം എടുത്തിട്ട് നമ്മൾ അതിനടുത്ത് കരയിലെടുത്ത് ആക്കിയിട്ടുണ്ട്, നമ്മൾ സഞ്ചിയിലെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം ചീത്തയായി പോട്ടെ. ഇവിടെ നല്ലോണം മീനുണ്ടാകുന്ന ഏരിയായിരുന്നു. ഇവിടുത്തെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് ഇപ്പം മിക്കവാറും മീൻ വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇല്ല കേട്ടോ, അവന്മാരെല്ലാവരും ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരെണ്ണത്തിന് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ബാക്കിയുള്ളവന്മാരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ തിലോപ്പി വന്നിട്ടുണ്ട് കേട്ടോ. തിലോപ്പി അയ്യോ തിലോപ്പി വന്നിട്ടുണ്ട്. അത് നമ്മളെ കണ്ടപ്പോൾ തന്നെ അടുക്കോട്ട് ഇച്ചിരി മാറി കിട്ടോ തിലോപ്പി. നോക്കട്ടെ. അയ്യോടാ, പമ്മി വന്നിട്ടും രക്ഷയില്ല. അത് നമ്മളെ കണ്ടിട്ട് മാറിക്കളഞ്ഞു. പക്ഷെ കരിമീൻ ഒരുത്തും കൂടെ വരുന്നുണ്ട് കേട്ടോ. തിലോപ്പി നാട്ടിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ.
കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോയിക്കളഞ്ഞു. ആ കൊണ്ട് അത്ര ലോങ്ങിൽ അടിച്ചിട്ട് എൻ്റെ അമ്മ പെർഫെക്ഷൻ കണ്ട. നമ്മുടെ മാജിക് ഡാർട്ടിൻ്റെ പെർഫെക്ഷൻ കണ്ട. അയ്യോ കറക്റ്റ്. കരിമീനാണോ തിലോപ്പിയാണ് എന്താണ് വരുന്നത്? തിലോപ്പിയാണ്. എൻ്റെ അമ്മ. ഞാൻ ജസ്റ്റ് ഒരു വെള്ള കളർ നീങ്ങണ കണ്ടിട്ട് അടിച്ചത്. നല്ല പെർഫെക്ഷൻ. എന്ത് ലോങ് അടിച്ചത് എൻ്റെ അമ്മ. നമ്മുടെ പുതിയ മാജിക് ഡാർട്ടിൻ്റെ ലോങ് ഷൂട്ടാണ് കേട്ടോ. ആദ്യത്തെ ലോങ് ഷൂട്ടാണ് ഇത്. അച്ഛോ നല്ല അടിപൊളി തിലോപ്പി. കറി വെക്കാനും വറക്കാനും പറ്റുന്ന അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ തിലോപ്പിയാണ് കൂടുതൽ ഇഷ്ടം. വൈറ്റ് ഇതേ സൈസ് തിലോപ്പി ഉണ്ടതല്ല. ഇത് പെൺതിലോപ്പിയാണ്. ഡാർട്ട് പാസ് ചെയ്ത് കയറിയിട്ടില്ല കേട്ടോ. വന്ന് ഇപ്പുറത്തേക്ക് മുന വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ലോക്ക് പിന്ന് കയറിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചിങ്ങനെ ഊരിയെടുക്കാം. കണ്ട ലോക്ക് പിന്ന് വിടർന്നിരിക്കുമായിരുന്നു. ഒറ്റ കുത്തി എൻ്റെ കൈക്കിട്ടാണ് പിന്നിൻ്റെ മുള്ളു കൊണ്ടത്. അടിപൊളി. എന്തായാലും നമ്മുടെ മാജിക് ഡാർട്ടിലെ ലോങ് ഷൂട്ട് എനിക്ക് കലക്കൻ ഷൂട്ടായിരുന്നു. അത് കണ്ട അത്ര ലോങ്ങിൽ നിന്ന് വെച്ചാൽ മീനതെ അടിച്ചിട്ട് കറക്റ്റ് അവൻ്റെ മുതുകിന് തന്നെ കയറിയിട്ട്. അങ്ങനെ നമ്മുടെ അടുത്ത മീനും കയറിയിട്ടുണ്ട്. 3 തിലോപ്പി 2 കരിമീനും ആയിട്ടുണ്ട് ഇപ്പം. എന്തായാലും പുതിയ ഡാർട്ട് കൊള്ളാട്ടാ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇത് വെച്ച് വാഗേനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫെക്ഷൻ എന്നറിയാം. വാഗയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇതിനകത്ത്. ബുള്ളറ്റ് പോണ പോലെ പോകണം. നീളം കുറവായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും ഫാസ്റ്റ് കിട്ടുന്നത് എനിക്ക് തോന്നണം കേട്ടോ. കൈ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നണം കേട്ടോ ഇത് കൊണ്ടത്. കാരണം കൈ വേദന എടുക്കുന്നുണ്ട് നല്ലോണം. ഞാൻ ഒരു ബലത്തിലാണ് ഇച്ചിരി കൊട്ടിയത്. അതുകൊണ്ട് തന്നെ കൈ പൊട്ടിയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. പൊട്ടിയിട്ടുണ്ട് കേട്ടോ. കൈ കണ്ട ബ്ലഡ് വരുന്നുണ്ട് കണ്ട. ആ ഡാർട്ട് വെച്ച് ഞാൻ പതിയൊന്ന് കൊട്ടിയതാണ്. ആ ഡാർട്ടിലിരിക്കണ ചെതമ്പലൊക്കെ പോകാനായിട്ട് ഇങ്ങനെ കൊട്ടിയ. കറക്റ്റ് ആ ടൈമിന് അത് വിടർന്നു വന്നു. ഇങ്ങനെയാണ് ഞാൻ കയറി അടിച്ചത്. കറക്റ്റ് ഇത് ചടിക്ക് തന്നെ മുത്തുപോയി കൈ. അയ്യോ ഒന്നും പറയണ്ട. ചെറിയ ചോര കണ്ടാൽ നല്ലതാണെന്നാണ് പറയണത് അല്ലേ. ഓക്കെ എന്തായാലും നമ്മൾ നോക്കി നിന്നവന്മാരെ കണ്ടില്ല കേട്ടോ. അവർ കാളാഞ്ചിയൊക്കെ നടക്കണതൊക്കെ നല്ല ഇങ്ങനെ വീശറി പോലെ വീശി വഴി നടക്കണം. കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ. കാരണം ഈ വെള്ളത്തിൽ ഇത്രയും തെളിവ് വെള്ളം കാരണം അവന്മാർ ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കറക്റ്റായിട്ട് അവന്മാർ അട്രാക്ഷനായിട്ട് കാണാൻ പറ്റും വെള്ളത്തിൽ. ഈ തിലോപ്പിന് അതേപോലെ വെള്ള കളർ കണ്ടാൽ ഇപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നോക്കി നിൽക്കാം. ഇവിടെ തന്നെ നിന്നാൽ മതി. ഇവിടെ നമുക്ക് തണലുണ്ട്. ഈ ഒരു മരത്തിലിരിക്കാം. കുഞ്ഞോടെ കളി തുടങ്ങി. കുഞ്ഞോ വെള്ളത്തിട്ട് മറിഞ്ഞ് വീഴരുതേ. കരിമീൻ വരുന്നുണ്ട്. ചെറിയ സൈസ് കരിമീനാണ്. എന്നാലും നമുക്ക് നോക്കാം. ഉണ്ട് ഒരെണ്ണം ഉണ്ട്. ഒരുത്തനുണ്ട്. അടിപൊളി. 2-3 ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം നല്ല നോക്കിക്കൊണ്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത കരിമീൻ കയറി നമുക്ക്. അടിപൊളി. കുഞ്ഞു കണ്ടിട്ടില്ല കേട്ടോ. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് മൂവ് ചെയ്തായിരുന്നു. കുഞ്ഞു അവിടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ കരിമീൻ നമുക്കിവൻ്റെ ഊരിട്ടേക്കാം. ചെറിയ കരിമീനാണ് കേട്ടോ. കൂടുതൽ വലുതൊന്നുമില്ല. ഇവിടെ ഓക്കെ. നമുക്ക് തിരിച്ച് വരുമ്പോൾ എടുക്കാം. നമുക്ക് ഇച്ചിരി മുന്നോട്ട് മൂവ് ചെയ്തിട്ട് ഏറ്റവും വരുമ്പോൾ എടുക്കാം. ഓക്കെ ഡാർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അതുകൊണ്ട് ഇവിടെ വലിയൊരു തിലോപ്പി വരുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വെച്ചാൽ നല്ല അത്യാവശ്യം മുഴുത്ത തിലോപ്പിയാണ് കേട്ടോ. താഴെ കൂടിയാണ് പോകുന്നത്. പൊക്കത്തോട്ട് പൊങ്ങുന്നില്ല. ഒന്നല്ല കേട്ടോ. 2-3 ഉണ്ട് കേട്ടോ. അതിനൊക്കെ ചെറുതാണ്. വലുതിനെ നോക്കി ഷൂട്ട് ചെയ്യാം നമുക്ക്. അതിൻ്റെ തെങ്ങിലും വലുത് അതുകൊണ്ട് ഇതിനിട്ട് കൊണ്ട് അവനെ വലിച്ച് കയറ്റാം. നമുക്ക് അധികം അനക്കുണ്ടാക്കണ്ട. ഇങ്ങോട്ട് പോരണം. അധികം അനക്കുണ്ടാക്കണ്ട. അതെ അടിപൊളി. ഹെവീനെ നോക്കി തന്നെ ഒരെണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഡീപ്പിൽ നിന്നേച്ചവനാണ് ശരിക്കും പറഞ്ഞാൽ മുതുകിനാണ് കേട്ടോ കയറിയിരിക്കുന്നത്. ചരിഞ്ഞ് കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഡാർട്ട് ഇപ്പുറത്ത് പാസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ ചാടി വെള്ളത്തിൽ പോരുത്. അവിടെ കിടന്നു കണ്ട. ഹെവി സാധനം കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി റെഡ് തിലോപ്പി. ഇത് ഏറ്റവും അധികം ഫൈറ്റ് ചെയ്യേണ്ട. നീ ഇവിടെ ഓല വലിച്ച് മൂടി ഇട്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ ചാടി വെള്ളത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓലടി കിടന്നു. ഓക്കെ ഞാൻ പോകാൻ നേരത്തെടുക്കാം കേട്ടോ. ഇവിടെ വേറെ 2-3 ഇവിടെ ഉണ്ട്. അവന്മാരെ കൂടെ നോക്കിയാട്ടെ. ഓക്കെ ഇവിടെയൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ സോഡാപ്പായൽ വന്ന്
മൂടിപ്പോയി. പക്ഷേ ഇവിടെ അനക്കം തട്ടിയ സ്ഥലത്ത് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അയ്യോടാ വീണ്ടും ഉണ്ട്. എന്നിട്ട് ഓടിക്കളഞ്ഞത് കണ്ടോ, അങ്ങോട്ട് ഓടി. നമുക്ക് നോക്കി നിൽക്കാം, വരും. കുഞ്ഞു ഈ എങ്ങനെ ഉണ്ട് ഇതിൽ പാപ്പി? അതെ ഞാൻ അപ്പറേ പോയി അടിച്ചത്. ഹെവി സാധനമല്ലേ? അവിടെ കേള് അവിടെ കൂട്ടമായിട്ടുണ്ടായിരുന്നു. ഇതുണ്ടാ അവിടെ മീനൊക്കെ നല്ല വെയിലുണ്ട്, നല്ല സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ട്. ഉണ്ടെങ്കിൽ നല്ല ചീത്തയാകില്ല. ഇന്നലെ കണ്ട സാധനമാണ്. ഇന്നലെ നമ്മൾ നോക്കിയിട്ട് പോയില്ല ഇവിടെ വന്ന്. അപ്പോൾ കണ്ട സാധനം എങ്ങനെയുണ്ട്? സാധനം പുളി സാധനമല്ലേ? അതേപോലത്തെ 3-4 ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൽ ഒരെണ്ണത്തിന് വലുതിന് മാത്രം അടിച്ചുള്ളൂ. ബാക്കിയുള്ളവന്മാരെ ഓടിക്കളഞ്ഞു. എടാ ഇവിടെ വലിയ ഹെവി സാധനം വരുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നറിയാം. അടിപൊളി. ഇത് ഒരു ഹെവി സാധനത്തിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മോ നല്ല പുളപ്പനൊരു സിലോപ്പി റെഡ്. ഊരി പോകാന്നറിയാൻ പറ്റില്ല, പാസ്റ്റിട്ടുണ്ടെന്നറിയില്ല. എന്താ ഫൈറ്റ്. നൈസ് പുളി. ഡാർട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ മുതുകത്താളെ കയറിയിരിക്കുന്നു. കയറിപ്പോകാൻ ഇല്ല. ഹെവിയെന്ന് വെച്ചാൽ അന്യായ ഹെവിയാണ് കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത സിലോപ്പി നോക്കി. എൻ്റെ പൊന്നു മച്ചാൻ വരെ പൊളി ഐറ്റം 1 kg പ്ലസ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ എൻ്റെ കാല് വെച്ചിട്ട് കാലിനേലും നല്ല വലുതെന്ന് വെച്ചാൽ ഹെവി സാധനം. അത് കണ്ട കിടുക്കാച്ച ഐറ്റം. നമുക്കിത് ഇവിടെ അതിന് ഊരിട്ടിട്ട് നമുക്കിത് അവിടെ നിന്ന് നോക്കണ്ട. എൻ്റെ അമ്മ ഇതേ നമ്മൾ ഡാർട്ടിൻ്റെ റിസൾട്ട് നോക്കിയെന്നത് പുളി. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഹെഡ് ബാക്കിലഴിക്കാട്ടോ. നമുക്ക് ബാക്കിലഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഊരിടാം. എളുപ്പം പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ കിടക്കണം. ചാടി വെള്ളത്തിൽ പോരുത് കേട്ടാടാ. നോക്കിയിട്ട് പാളം കരിമ വെച്ചാൽ പാളത്തിലോപ്പ് വെച്ചാൽ പാളത്തിലോപ്പ്. ഹെവി എന്ന് വെച്ചാൽ ഹെവി സാധനം കേട്ടോ. എൻ്റെ പൊന്നു നോക്കുന്നത് കാല് വെച്ചിട്ട് കാല് ചെറുതാടിച്ചിരിക്കുന്നത്. ഇത് കണ്ടേ കാല് കഴിഞ്ഞുള്ള എന്തോരം അളവ് വലിപ്പമുണ്ടെന്ന് നോക്കിയത് ലോപ്പിക്ക്. സൈസ് എന്ന് വെച്ചത് നമ്മുടെ കയ്യിൻ്റെയൊക്കെ വീതി ഇവിടെ നിന്ന് ഇത്രയും തന്നെ വീതി ഉണ്ട് ശരിക്കും. ഹെവി നമുക്ക് കിട്ടിയാൽ ഏറ്റവും വലുതാണ് കേട്ടോ ഇത്. അയ്യോ സൂപ്പർ. മീനേയും പിടിച്ചിട്ട് നമ്മൾ കുഞ്ഞുൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കുഞ്ഞുൻ്റെ അടുത്ത് വന്നത് കുഞ്ഞുൻ്റെ സർപ്രൈസ് കൊടുക്കാം കേട്ടോ. കുഞ്ഞുൻ്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്നറിയാം. കുഞ്ഞു ഒരു ചെറിയൊരു മീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കാണാ ഈ സാധനം എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ടറാ? എങ്ങനെയുണ്ട് സാധനം? നമ്മൾ കണ്ട നമുക്ക് കിട്ടിയാൽ ഏറ്റവും വലുതല്ലേ ഇത്. തൻ്റെ കാലം വെച്ച് നോക്കിയാൽ അതിൻ്റെ അരികിൽ എത്ര കാലം വെക്കണം? 2 കാലം വെച്ച് കഴിഞ്ഞാൽ നീളമുണ്ട് ഇപ്പുറത്തേക്ക്. കണ്ട എങ്ങനെയുണ്ട് സാധനം? അത് പൊളി സാധനമല്ലേ? ഓക്കെ, കാറ്റിൻ്റെ അപാര കാറ്റായിട്ട്. നൈസ് ഷോട്ട്. കിടിലൻ കിടിലൻ കിടുക്കൻ ഷൂട്ടില്ല കറക്റ്റ്. അടിപൊളി. അങ്ങനെ അടിപൊളി ഒരു വിലോപ്പ് ഇവിടെ കയറുന്നതാണ്. നൈസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്രിപ്പറിലേക്ക് എടുത്തിട്ട് ഗ്രിപ്പറേ പോരും. നമുക്ക് കരയിലേക്ക് നീന്തി കയറേണ്ടതുണ്ട്. അതുകൊണ്ട് നീന്തി അപ്പുറത്തോട്ട് പോകാം. കുഞ്ഞാ വേടാ കറക്റ്റ് പാസ് ചെയ്ത് അപ്പുറത്തോട്ട് വന്നിട്ട് ഇത് കണ്ട ചോട്ടാടാട്ടൻ വലിയ തടിയുള്ള മീനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇരിക്കേണ്ട ആട്ട പുറത്തോട്ട് എടുക്കാൻ പണിയായിരിക്കും. മീനെ കട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. അടിപൊളി സ്പോട്ടപ്പ് ഷൂട്ടാ. ഇത് പിടിച്ചേ, ഗ്രിപ്പറിൽ പിടിച്ചേ, അഴിച്ചെടുക്കട്ടെ കേട്ടാ. അപ്പോൾ നമുക്കിത് ഇതിനെ അഴിച്ചെടുക്കാം. ഡാർട്ട് പാസ് ചെയ്ത് ലോക്കിൻ്റെ ഉള്ളിലാണ്. അയ്യോ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഇവിടെ അഴിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഡാർട്ട് വലിച്ചെടുക്കണം, അല്ലെങ്കിൽ റെഡ് നമുക്ക് അതിൻ്റെ ഉള്ളിലായിപ്പോൾ മീൻ്റെ റെഡ് പോരത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ നിന്ന് തന്നെ അഴിച്ചെടുക്കാമല്ലോ. താനോട് ഊഞ്ഞാലാടുമായിരുന്നു. നമുക്ക് നിർത്താമല്ലേ?
ഓക്കെ അപ്പോൾ പിന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫിഷിങ് കഴിഞ്ഞ് നമ്മളെല്ലാം എടുത്ത് കഴിഞ്ഞ് പോകുന്നതിന് ശേഷം ലാസ്റ്റ് ഒരു മീൻ കിട്ടിയാണല്ലോ കുഞ്ഞത്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് കാണിച്ചു കൊടുത്ത ക്യാമറ മുമ്പിൽ. അടിപൊളി പോവാലോ. ഓക്കെ, നമ്മൾ ഫിഷിങ് ചെയ്ത അതേ സ്പോട്ടിൽ തുടങ്ങിയ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ട് കയറുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന മീൻ എന്തായാലും ഒന്ന് കാണിച്ചാലോ കുഞ്ഞ? ഓക്കെ, അപ്പോൾ മീനൊന്ന് കാണിച്ചാലോ കേട്ടോ. നമ്മുടെ പുതിയ മാജിക് ഡാർട്ടിൽ നിന്നാ ക്യാമറ പിടിച്ചു. അപ്പോൾ പുതിയ മാജിക് ഡാർട്ടിൽ ഇവിടെ നിന്ന് ആ ക്യാമറ ഓണാണ്, ക്യാമറ ഓൺ. അപ്പോൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന മീൻ നമ്മൾ ഹാൻഡിലൊന്ന് മാറ്റി വെക്കുവാണ്. അപ്പോൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന മീനൊന്ന് കാണിച്ചു തരാം. ഇതേ നമ്മൾ സാധനം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എയിം നോക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് നമ്മുടെ മീനെ ഞാൻ പറഞ്ഞു. ഇത് കണ്ട അതിൽ 2 എണ്ണം. ഇതാണ് ഞാൻ നേരത്തെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന മീനല്ലേ വലുത്. പിന്നെ ഇപ്പൊ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലുത് വല്ല കൊമ്പൻ. ഇതൊക്കെ നല്ല അടിപൊളി സാധനം. ഇതൊരുത്തൻ. എനിക്ക് ഫസ്റ്റ് കിട്ടിയ കരിമീൻ ഇതാണ് കേട്ടോ. കരിമീൻ എന്നാണ് അതിന് നടിക്കും കേട്ടെ. 1 2 3 കരിമീനൊക്കെ കിട്ടുള്ളൂ അല്ലേ നമുക്ക്? 5 എണ്ണം കണ്ട. ക്യാമറ എവിടെയാണ് വെച്ചിരിക്കുന്നത്? മീനെ കാണിക്കാനായിട്ട് വെച്ചാണ്. അപ്പോൾ അതെ 5 തിലോപ്പിയും അതേപോലെ തന്നെ 3 കരിമീനുമാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ടിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മൾ. അപ്പോൾ റിസൾട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതേപോലത്തെ ഡാറ്റ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇത് നീളം കൂടിയതും കുറഞ്ഞതുകൊണ്ട് അതിൻ്റെ അനുസരിച്ചൊക്കെ വില വ്യത്യാസങ്ങളും നമുക്ക് ഇതിലുണ്ട് കേട്ടോ ഡാറ്റ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ മീനൊന്ന് നന്നായിട്ടൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കൊണ്ടുവന്ന്. നമുക്ക് എല്ലാ മീനും കൂടി കൂട്ടി വെച്ചിട്ടുള്ളത് ഇത് കണ്ട. ഇതാണ് കരിമീൻ. കരിമീനൊക്കെ നല്ല അടിപൊളി 6 കരിമീനാട്ടതേ. കരിമീനൊന്നും ഇതേ നമ്മൾ ഏകദേശം ഒരു 1 മണിക്കൂർ കൊണ്ട് കിട്ടിയിരിക്കുന്നുണ്ട്. ആ കാരണം അത് പറയുന്നത് തന്നെ പറയാം. അതായത് കരിമീൻ ഇത് തിലോപ്പിയൊന്നും ഒറ്റൊന്നും ഇത് പറഞ്ഞാൽ ഡെഡായി കേട്ടോ. പക്ഷേ ഇവനൊക്കെ ഇത് വാതർന്ന് കളിക്കുന്നുണ്ട് കണ്ട. ഇവനൊക്കെ എല്ലാം ജീവനുള്ളതാണ് കണ്ട. അധികം സമയമായിട്ടില്ല നമ്മൾ അടിച്ചിട്ട് ഇവന്മാരെയൊക്കെ. ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ജസ്റ്റ് അവിടെ ഒരു കണ്ടമുണ്ടല്ലേ കുഞ്ഞാ, അപ്പുറത്തൊരു കണ്ടമുണ്ട്. അതിനകത്ത് ഇതുപോലത്തെ കൊമ്പൻ തിലോപ്പി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴി ചിലപ്പോൾ നമ്മൾ അതിനെ കൂടെ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടുന്ന് റോഡിലേക്ക് തന്നെ വണ്ടി വെച്ചിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ ചെന്ന് ചിലപ്പോൾ നോക്കും. അതിന് കിട്ടുന്ന അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് പോകും, ഫിഷിംഗ് കൂടെ വെച്ച് നിർത്തും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.